നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ബാലൻ ഡ്യൂർ പുരസ്കാരം ഒക്ടോബർ 26-നാണ് സമ്മാനിക്കുക എന്നുള്ളത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നേരത്തെ അറിയിച്ചതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള 30 അംഗ നോമിനേഷൻ ലിസ്റ്റ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. അതിലിപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ അവസാന വേളയിൽ നിൽക്കുമ്പോൾ ബാലൻ ഡ്യൂർ പുരസ്കാരത്തിന് കൂടുതൽ സാധ്യതയാർക്കാണ്? ഏറ്റവും പുതിയ ബാലൻ ഡ്യൂർ പവർ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 10 പേരുടെ ലിസ്റ്റാണ് എടുക്കുന്നത്. 10ാമതുള്ളത് ലിയോ മെസ്സിയാണ്, ലയണൽ മെസ്സി. തീർച്ചയായിട്ടും വേൾഡ് കപ്പിലെ പ്രകടനങ്ങൾ പരിഗണിക്കപ്പെടും. MLS-ലും മോശമല്ലാത്ത പ്രകടനം പോയ സീസണിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലയണൽ മെസ്സിക്ക് ഇത്തവണ ബാലൻ ഡ്യൂർ സാധ്യതയിൽ 10ാം സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ 9ാം സ്ഥാനത്ത് വിനി ജൂനിയർ. വേൾഡ് കപ്പിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയിരുന്നു, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക്, അതായത് പ്രീ ക്വാർട്ടറിനപ്പുറത്തേക്ക് പോവാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബാലൻ ഡ്യൂർ സാധ്യത കുറവാണ്. ഇപ്പോൾ 9ാം സ്ഥാനത്ത്. 8ാമത് ജൂഡ് ബെല്ലിംഗാം. ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, പക്ഷെ പോയ സീസണിൽ റയലിൽ അങ്ങനെ കിരീടങ്ങളിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 8ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 7ാമത് ഒലീസെ. വേൾഡ് കപ്പിൽ നന്നായിട്ട് അസിസ്റ്റുകൾ കൊണ്ട് തിളങ്ങി. സീസണിലുടനീളം മിന്നും പ്രകടനമാണ് ബയേൺ മ്യൂണിക്കിന് വേണ്ടി ഫ്രഞ്ച് സൂപ്പർ താരം നടത്തിയിട്ടുള്ളത്. ബാലൻ ഡ്യൂറിനായിട്ടുള്ള പരിഗണനയിൽ അദ്ദേഹം ഉണ്ടാകും. 7ാമത് അദ്ദേഹം വരുമ്പോൾ 6ാമത് ഒസ്മാൻ ഡെംബലെ. നിലവിലെ ബാലൻ ഡ്യൂർ ജേതാവായിട്ടുള്ള ഒസ്മാൻ ഡെംബലെ 6ാമതാണ്. വേൾഡ് കപ്പിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG ഒരിക്കൽ കൂടി മുത്തമിടിയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോളും വഹിച്ചിട്ടുണ്ട്. സോ 6ാമത് ഒസ്മാൻ ഡെംബലെ ആണെങ്കിൽ 5ാമത് എർലിംഗ് ഹാലൻഡ്. ഹൈപ്പിനൊത്ത പ്രകടനം വേൾഡ് കപ്പിലും പ്രീമിയർ ലീഗിലെ ഗോളടി മേളം അതുപോലെ തുടർന്നിട്ടുമുണ്ട്. സോ ഹാലൻഡ് 5ാമതാണെങ്കിൽ 4ാമതാണ് റോഡ്രി. വേൾഡ് കപ്പിൽ അങ്ങ് പൊളിച്ചടുക്കിയില്ലേ? ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയതിലും മധ്യനിരയിൽ സുപ്രധാന റോൾ വഹിച്ചില്ലേ? വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും ഇത്തവണ ബാലൻ ഡ്യൂറിന് നല്ല സാധ്യതയുള്ള കളിക്കാരനാണ് റോഡ്രി. ഇപ്പോൾ ട്രാൻസ്ഫറിലൂടെ ബാഴ്സലോണയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം 4ാമത്. 3ാമത് ഹാരി കെയ്നാണ്. വേൾഡ് കപ്പിൽ നന്നായി കളിച്ചിട്ടുണ്ട്. ക്ലബ് സീസണിലാണെങ്കിൽ ഗോൾ തിമിർത്ത് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം 3ാമത് വരുമ്പോൾ 2ാമത് ലമീൻ യമാൽ. വേൾഡ് കപ്പ് ജേതാവായി. അദ്ദേഹം അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ അത് ആരാധകർക്ക് വിടാം, പക്ഷേ ക്ലബ് സീസണിൽ നന്നായിട്ട് തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ലമീൻ യമാൽ 2ാമതാണെങ്കിൽ ഇത്തവണ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോയില്ലെങ്കിലും വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചുകൊണ്ട് ചരിത്രം കുറിച്ചു. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച താരമായിട്ട് മാറി. ക്ലബിനൊപ്പം കിരീടങ്ങളില്ലെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോററായി, അതുപോലെ ലലീഗയിലെ ടോപ്പ് സ്കോററായി. ആ താരമാണ് 1ാമത് കിലിയൻ എംബാപ്പെ. കിരീടങ്ങളൊന്നുമില്ലാത്ത എംബാപ്പയ്ക്ക് ഇത്തവണ ബാലൻ ഡ്യൂർ പുരസ്കാരം കിട്ടുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും സ്കോർ 90യുടെ ഏറ്റവും പുതിയ ബാലൻ ഡ്യൂർ റാങ്കിങ്ങിൽ 1ാമത് കിലിയൻ എംബാപ്പെ. ഏറ്റവും അധികം ബാലൻ ഡ്യൂർ സാധ്യത എംബാപ്പയ്ക്ക് എന്ന് അവർ പറയുന്നു. 1 എംബാപ്പെ, 2 യമാൽ, 3 കെയ്ന്, 4 റോഡ്രി, 5 എർലിംഗ് ഹാലൻഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.